പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ടും അനുഗ്രഹ വർഷങ്ങൾക്ക് പാത്രീഭവിച്ചിട്ടും അവൻ്റെ അധികാര സീമയെ ചോദ്യം ചെയ്യുന്ന മനുഷ്യരെ ഇന്ന് സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവർക്കെതിരായി നിന്ന് നമ്മൾ ഈശോയോട് പറയും, കർത്താവേ, നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവാധികാരി, നീയാണ് ഈ സർവ്വലോകത്തിൻ്റെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം. ആ കർത്താവിൻ്റെ പരമാധികാരത്തെ വണങ്ങിക്കൊണ്ട് ആ അധികാരത്തിലേക്ക് എൻ്റെ ജീവിതത്തെ മുഴുവനായി ഈശോയെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിലെ ആ സങ്കീർത്തന ഭാഗം ഏറ്റുപറയാണ്. ദൈവമേ, അവിടെ നിന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. ദൈവമേ, അവിടെ നിന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. അവിടെ നിന്ന് എൻ്റെ ദൈവമാണ്, ഞാൻ അങ്ങയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറൊരാളെയും തിരഞ്ഞു നടക്കേണ്ട കാര്യമില്ല, വേറെ ഒന്നിനു വേണ്ടിയും അന്വേഷിച്ചലയേണ്ട കാര്യമില്ല. ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആ കർത്താവിന് വേണ്ടിയിട്ട് അന്വേഷിക്കാനായിട്ടുള്ള ജീവിതമാണ്. ഒന്നാമത്തെ വായനയിൽ കർത്താവ് നമ്മളോട് പറയും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ഇങ്ങനെ ദൈവസ്നേഹത്തിൽ, കർത്താവിനെ നോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. അവിടുത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ജീവിക്കാനാണ് പറയണത്. എൻ്റെ കർത്താവെ, അവിടെ നിന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. ഈ നോട്ടം ഉണ്ടല്ലോ, ഈ അന്വേഷണം ഉണ്ടല്ലോ, തീർച്ചയായും നമ്മളെ എത്തിക്കാൻ പോകുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യത്തിലേക്കാണ്. വചനം പറയണത് പോലെ തൻ്റെ വയൽ വിറ്റ് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങിയ മനുഷ്യനെ കണക്ക്, തൻ്റെ സർവ്വസമ്പാദ്യവും വിറ്റ് ആ ചെറിയ മുത്തുകൾ വാങ്ങിയ മനുഷ്യനെ കണക്ക്. ഇത് മറ്റുള്ളവരുടെ നോട്ടത്തിൽ ഇവർ ഫൂളിഷ്, അവര് വളരെ മണ്ടന്മാരാണ്. അവർ ചെയ്തത് എന്തിനാ? ഇത്രയും വലിയ ഭൂസ്വത്തൊക്കെ വിറ്റിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന വിലമതിക്കാനാവാത്ത നിധിയെക്കുറിച്ച്, അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ മനുഷ്യർ അത് ഇങ്ങനെ കർത്താവ് അതിനുവേണ്ടി എന്തും ജീവിതം മുഴുവൻ വിട്ടുകൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. കർത്താവെ, അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിധി, അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ സ്വത്ത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങാണ് എൻ്റെ ദൈവം. കർത്താവിൽ ഉറ്റുനോക്കിക്കൊണ്ട് ഉള്ള ജീവിതമായിരിക്കട്ടെ. അങ്ങോട്ടുള്ള അവൻ്റെ കാരുണ്യത്തിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എത്ര സന്തോഷപ്രദവും നന്മ നിറഞ്ഞതുമാകുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുന്ന നേരത്ത് ചഞ്ചലചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിന് മുൻപും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മൾ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഈ ലോകത്തിൻ്റെ സർവാധികാരിയായിട്ടുള്ള കർത്താവിങ്കലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് അവന് വേണ്ടി എൻ്റെ ജീവിതം ഒരുക്കിക്കൊണ്ട് അവനിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഈ ലോകത്തെ ജീവിതം ഇങ്ങനെ സുന്ദരമാക്കി തീർക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതിന് മറ്റുള്ളവരോട് കരുണ കാണിക്കണം. അഗ്നിയിൽ അകപ്പെട്ടു പോയവരെ പിടിച്ചു കയറ്റണം. മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുക്കണം. പക്ഷേ അതേസമയം തന്നെ ഭയത്തോടുകൂടെ അവരോട് കരുണ കാണിക്കുവിൻ. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും നിങ്ങളെ വീഴ്ചയിൽ നിന്ന് പിടിച്ചുയർത്താനും ഒക്കെ കഴിവുള്ള സർവശക്തനായ ദൈവം അവിടെ നിന്ന് നിങ്ങളെ കാത്തതുപോലെ കൂടെയുള്ളവരോടും ഈ ഒരു കരുണ കാണിക്കണം. അവരെ ഒന്ന് ബലപ്പെടുത്തണം. എല്ലാം കർത്താവിങ്കിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആ ഒരു നോട്ടം, ആ ഒരു അന്വേഷണം നമ്മളെ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതവും സന്തോഷപ്രദമാക്കും, മനോഹരമാക്കും. വരും കാലത്തിലേക്കുള്ള ജീവിതത്തെ ഇങ്ങനെ ഉറപ്പുള്ളതാക്കും, സുരക്ഷിതമാക്കും. കർത്താവെ, എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. ഈ ഒരു പ്രതിവചന സങ്കീർത്തനം പലതവണ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. ശരിക്കും അവിടുത്തെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടോ? തേടി തുടങ്ങിയിട്ടുണ്ടോ? അവിടുത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ജീവിക്കാൻ പറഞ്ഞിട്ട് അവനെ മറച്ചു കളയുന്ന വിധത്തിലുള്ള കാഴ്ചകളിലേക്കാണല്ലോ നമ്മളുടെ നോട്ടം മുഴുവൻ പോയിക്കൊണ്ടിരിക്കണേ. കർത്താവ്, ഇനി മുതൽ, ഈ നിമിഷം മുതൽ, അടുത്ത ദിവസമല്ല, ഈ നിമിഷം മുതൽ എൻ്റെ നോട്ടം നിന്നിലേക്കായിരിക്കട്ടെ. അങ്ങയെ ഉറ്റുനോക്കിക്കൊണ്ട് അങ്ങയുടെ കാരുണ്യം ഇങ്ങനെ ഉള്ളിൽ പേറിക്കൊണ്ട് ജീവിക്കാനാവട്ടെ. ഈശോയെ, അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടിക്കൊണ്ടിരിക്കുന്നു.
എൻ്റെ മുൻപിൽ തെളിയാൻ മനസ്സാകണേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ മുൻപിൽ ഈശോയെ സ്വർഗത്തിൻ്റെ വലിയ അഭിഷേകമായി പ്രത്യക്ഷപ്പെടാൻ കരുണ കാണിക്കണേ എന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ മുൻപിൽ മുട്ടിന്മേലായിരിക്കാം. അവിടുത്തെ ദർശിക്കാനായിട്ടുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടിന്മേൽ നിന്ന് ആശീർവാദം കാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, അവിടെ നിന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. ഈ രാത്രിയിലും ഈശോയെ അങ്ങയെ തേടുന്ന മനസ്സോടുകൂടെ ഞങ്ങൾ ഉറക്കത്തിലേക്ക് പോകട്ടെ. ഈ ഉറങ്ങിക്കിടക്കുന്ന നേരത്തും എൻ്റെ മനസ്സ് അങ്ങയെ അന്വേഷിക്കട്ടെ. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അങ്ങയെ ദർശിക്കാനായിട്ടുള്ള വലിയ വരം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ.